എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Oppo Enco M32 അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റിൽ ആക്ച്വലി ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ ഒരൊറ്റ റീസണിലാണ് ഇപ്പോൾ Oppo Enco M31 ഇവരുടെ ഫസ്റ്റ് സെയിലിൽ തന്നെ, അതായത് ജനുവരി 10-ാം തീയതി ഞാൻ വാങ്ങിച്ചതും ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നതും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് Oppo Enco M32 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്ന്. വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറഞ്ഞത്. ഏറ്റവും മുന്നിലായിട്ട് Oppo Enco, അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കൂടാതെ M32 എന്നും എഴുതിയിട്ടുണ്ട്. രണ്ട് സൈഡിലും, ഒരു സൈഡിൽ Oppo എന്നും ഇടതുവശത്ത് Oppo Enco M32 വയർലെസ് ഹെഡ്ഫോൺസ് എന്നും എഴുതിയിട്ടുണ്ട്. പുറകിൽ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞത് 2999 രൂപയും കൂടാതെ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞത് നവംബർ 2021 അതായത് ഇന്ത്യയിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് നവംബറിൽ എത്തിയെങ്കിലും അവർ 2022 മാറ്റി വെക്കും. എൻ്റെ കയ്യിലിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് നമുക്ക് ഗ്രീനിലും അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ബ്ലാക്ക് കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്തായാലും ബ്ലാക്കിനായാലും ഗ്രീനിലായാലും 1499 രൂപ മാത്രമാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത്. മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് പൊട്ടിക്കാം. പൊതുവേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന പോലെ, ഓപ്പോ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഒരു പ്രീമിയം ക്വാളിറ്റി ലുക്കിൽ തന്നെയാണ് അവരുടെ കേസ് സഹിതം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് റാപ്പർ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കണ്ടോ താത്തു കൊടുത്താൽ മതി. നമ്മുടെ പ്രോഡക്റ്റ് ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നെക്ക് ബാൻഡ് ഉണ്ട്. അതേപോലെ തന്നെ അതൊന്ന് മാറ്റി വെക്കുവാണെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു എന്താ പറയുക, ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും കൂടാതെ മാറിപ്പോയി ഒരു ടൈപ്പ് സി കേബിളും കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും അതേപോലെ തന്നെ ഒരു യൂസർ ഗൈഡും ആണ്. അപ്പോൾ ഇനി നമുക്ക് പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബോക്സിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ Oppo Enco M32. എന്തായാലും ഒരൊറ്റ നോട്ടത്തിൽ പൊതുവേ നമുക്ക് ഓപ്പോയിൽ കാണാൻ സാധിക്കുന്ന പോലെ ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുക. ഫിസിക്കലി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്നത് ഒരു റബ്ബർ ടൈപ്പ് സിലിക്കൺ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നെക്കാണ്. കൂടാതെ 2 കമ്പാർട്ട്മെന്റ്സിൽ വലുത് കമ്പാർട്ട്മെന്റിലാണ് കൺട്രോൾ പാനൽസ് ഉണ്ട്. അതേപോലെ തന്നെ ടൈപ്പ് സി പോർട്ടും കൂടാതെ LED ഇൻഡിക്കേറ്ററും മൈക്കും ഒക്കെ കാണാൻ സാധിക്കുന്നത്. ഇടതുവശത്ത് നമ്മുടെ ബാറ്ററി കമ്പാർട്ട്മെന്റ് ആണ്. അവിടെ ഓപ്പോയുടെ ലോഗോ ഉണ്ട്. ഇനി ഇയർബഡുകളായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒയേഴ്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഒയർ തന്നെയാണ്. പെട്ടെന്ന് അങ്ങോട്ട് ചീത്തായി പോകാൻ ചാൻസസ് വളരെ കുറവാണ്. ഇയർബഡുകൾ നോക്കുവാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് OnePlus ബുള്ളറ്റ് വയർലെസ് സിയുടെ ഒരു ഇയർബഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലുള്ള ഒരു ചെറിയൊരു ഡിസൈൻ നമുക്ക് ഇവിടെയും ഉണ്ട്. ഇയർബഡുകളുടെ ഏറ്റവും പറയിൽ നോക്കുവാണെങ്കിൽ ഒരു ഗ്രേഡിയൻ ടൈപ്പ് സിൽവർ പ്ലേറ്റഡ് ഡിസൈൻ ആണ്. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകളും നമുക്ക് ലഭ്യമാവുക. അതുപോലെ തന്നെ ആ ഒരു കംഫർട്ട് നോക്കുവാണെങ്കിൽ വേറെ ഒരു പ്രശ്നവുമില്ല, നല്ല പെർഫെക്റ്റ് ആണ് നമ്മുടെ ചെവിയിൽ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ പാസീവ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക്ഔട്ട് ആകുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1500 രൂപയ്ക്ക് ഈ ഒരു മാഗ്നറ്റിക് കൺട്രോൾ ഉള്ള നെക്ക് ബാൻഡ് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഓപ്പോയിൽ നിന്നും. കാരണം M31 നമുക്ക് എല്ലാവർക്കും അറിയാം 1999 രൂപയാണ്. എന്നാൽ ഇത് വെറും 1499 രൂപ മാത്രമേ ഉള്ളൂ. അതായത് 1500 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഓപ്പോയുടെ മാഗ്നറ്റിക് കൺട്രോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു Oppo Enco M32 പോകാൻ സാധിക്കും. M31 M32 തമ്മിലുള്ള ഒരു ഡിസൈൻ നോക്കുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് M31 ഡിസൈനാണ്. കാരണം ഇത് കുറച്ച് കമ്പാർട്ട്മെന്റ്സ് ഒക്കെ ബൾക്കിയാണ്. അതായത് നമ്മുടെ ബോട്ടിന്റെ 235 V2 പോലെയൊക്കെ ഇരിക്കും. എന്നാൽ എനിക്ക് കുറച്ച് തിന്നായിട്ടുള്ള കമ്പാർട്ട്മെന്റ്സ് ആണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആ ഒരു M31 ഡിസൈനാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ന് പറഞ്ഞിട്ട് ഇതൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു പ്രീമിയം ടച്ച് അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കൺട്രോൾ പാനൽസിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ MFBയിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവും. കൂടാതെ നമ്മൾ വോളിയം അപ്പ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം വോളിയം അപ്പ് ആവും. ഡൗൺ ബട്ടണിൽ നമ്മൾ, അതായത് മൈനസ് ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആവും. കൂടാതെ പ്ലസിൽ നമ്മൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, മൈനസിൽ നമ്മൾ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. അതേപോലെ തന്നെ ഇതിനകത്ത് ഡ്യുവൽ പെയറിംഗ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്ലസിലും മൈനസിലും സൈമൾട്ടേനിയസ്ലി 2 സെക്കൻഡ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിവൈസിൽ നിന്നും മറ്റൊന്നിലേക്ക് സ്വിച്ച് ഓവർ ആകും. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് മാഗ്നറ്റിക് കൺട്രോൾ ആണെങ്കിൽ പോലും ഈ ഒരു പ്രോഡക്റ്റ് ആദ്യം കിട്ടുന്ന സമയത്ത് നമ്മൾ മാനുവലി ഒരു 3 സെക്കൻഡ് MFBയിൽ ഞെക്കിയിട്ട് ഓൺ ആക്കിയിട്ട് വേണം ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഡിവൈസുമായിട്ട്, ഏത് ഡിവൈസിലാണോ കണക്ട് ചെയ്യേണ്ടത് അതിലേക്ക് പെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ബാറ്ററി
സൈഡ് നോക്കുവാണെങ്കിൽ 220 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് ഒരു M32 ലഭ്യമാകുക. 220 mAh നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കമ്പനി പറയുന്നത് 28 മണിക്കൂറാണ്. കമ്പനി 28 മണിക്കൂർ പറയുന്നെങ്കിൽ നമ്മളത് 60% മാത്രം കേട്ടാലേ പറ്റത്തുള്ളൂ. ഇനി അതല്ല നിങ്ങൾ 75-100% കേൾക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും 28 നിന്നും 25 അല്ലെങ്കിൽ 20 പോകുന്നതാണ്. ഈ ഒരു 220 mAh 100% ചാർജ് ആകാനായിട്ട് വെറും 35 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 20 മണിക്കൂറും ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകും. ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട അഡാപ്റ്റർ എന്ന് പറയുന്നത് 5V2 ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്, അതായത് 10 വാട്ട്സിൻ്റെത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു 18 വാട്ടിൻ്റെ ആണ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വാട്ട്സിൻ്റെ സൂപ്പർ ചാർജറാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അതിനകത്ത് നോക്കുക മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതായത് 5V9A അല്ലെങ്കിൽ 5V2A എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ ഒരു 5V2A എന്ന് ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററിൽ ആണെങ്കിൽ പോലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നെക്ക് ബാൻഡ് ചാർജ് ചെയ്യാൻ സാധിക്കും. Type-C പോർട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ബാൻഡിന് ആവശ്യമുള്ള ചാർജ് മാത്രമേ ഇതിൽ എടുക്കത്തുള്ളൂ. 6 to 12 months ആണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ വാറന്റി കമ്പനി പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ ഒരു 6 to 12 months എന്ന്? പൊതുവേ ഒന്നെങ്കിൽ 6 അല്ലെങ്കിൽ 12 എന്ന് എഴുതുന്നതാണ്, എന്നാൽ ഇവിടെ 6 to 12 months എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മൊബൈലിലൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ കിട്ടുന്ന ആക്സസറീസിന് 6 മാസവും മൊബൈലിന് 12 മാസവും ആയിരിക്കും. എന്നാൽ ഇവിടെ നമുക്ക് ആ കിട്ടുന്ന ആക്സസറീസ് എന്ന് പറയുന്നത് ഒരു Type-C കേബിളും കൂടാതെ 2 ഡിഫറെന്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളാണ്. ഇതിനാണോ 6 മാസം അതല്ല ഇതിന് 12 മാസമാണോ എന്നും അറിയാൻ വയ്യ. എന്തായാലും ഇങ്ങനെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0യും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IP55ന്റെ ഒരു ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് വെച്ചിട്ട് കംപ്ലൈൻറ്റ് ആകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Oppo Enco M32 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട് Oppo Enco M32ന്റെ മൈക്ക് ക്വാളിറ്റി? നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ഇനി നമുക്ക് മ്യൂസിക് ക്വാളിറ്റിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിനകത്ത് HDAC കോഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല, അതായത് 100% നമ്മളൊരു പാട്ടിട്ടാൽ പോലും അങ്ങോട്ട് ഒരു പതറക്കമോ ഒന്നും തന്നെയില്ല, നല്ല ക്വാളിറ്റിയിൽ തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 50% പോലും എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലൗഡ്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 100%-ലേക്ക് ഇട്ട് പാട്ട് കേൾക്കേണ്ട ഒരു ആവശ്യവുമില്ല. ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ചിലപ്പോൾ എന്താ പറയുക പുറമേ നല്ല സൗണ്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ 100%-ലേക്ക് ആക്കേണ്ട ആവശ്യമുള്ളൂ. അതർവൈസ് നമ്മൾ വീട്ടിനകത്ത് അല്ലെങ്കിൽ നല്ല സൈലന്റ് ആയിട്ടുള്ള പ്ലേസിലാണെങ്കിൽ ഒരു 50% അല്ലെങ്കിൽ 60% പാട്ട് കേട്ടാൽ മതി. നല്ല അടിപൊളി ഡോമിനേറ്റഡ് ആയിട്ട് തന്നെയാണ് ബേസ്, അതുപോലെ തന്നെ ട്രിബിൾ ആണെങ്കിലും മോണോ ആണെങ്കിലും എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ്. പ്രീമിയം ക്വാളിറ്റി മ്യൂസിക് തന്നെയാണ് ഇതിൽ നിന്നും ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. റിയൽമി ബഡ്സ് 2 നിയോ ഒക്കെ ആയിട്ട് ഒരു കോമ്പറ്റീഷന് വേണ്ടി തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. 1499 രൂപയ്ക്ക് നമുക്കിപ്പോൾ വിപണിയിൽ ലഭ്യമാകുന്ന അത്യാവശ്യം നല്ല ഒരു വർത്ത് ബൈങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു Oppo Enco M31 എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി ഇതിൽ ഗെയിം കളിക്കുന്ന സമയത്ത് 5.0 ആണ്, അതുപോലെ തന്നെ ഇതിനകത്തൊരു ലോ ലേറ്റൻസി മോഡോ അങ്ങനെ ഒന്നും തന്നെ ഇവർ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ ഇവിടെ അവർ ഹൈലൈറ്റ് ആയിട്ട് അവരുടെ വെബ്സൈറ്റിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ബ്ലൂടൂത്ത് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ ലോ ലേറ്റൻസി ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും, വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്നുള്ളത് അത് പക്ക തന്നെയാണ്. കാരണം ഞാൻ BGMI കളിച്ച് നോക്കി, അതേപോലെ തന്നെ വീഡിയോസ് കണ്ടു നോക്കി. BGMI ഒക്കെ നല്ല അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. 1500 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ മുതലാവും എന്നുള്ളത് വേറൊരു സംശയവും വേണ്ട. അതിൽ 1500 രൂപ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ ഒരു നെക്ക് ബാൻഡ് വേണം എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. ഓവറോൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്കിപ്പോൾ ഒരു മൈക്ക് ക്വാളിറ്റി നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു, അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അവിടത്തേക്ക്, അതായത് കോളിംഗ് പർപ്പസിന് വാങ്ങിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഗെയിം കളിക്കാനാണെങ്കിലും പാട്ട് കേൾക്കാനാണെങ്കിലും വീഡിയോസ് കാണാനാണെങ്കിലും എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു Oppo Enco M32. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ലോ ലേറ്റൻസി ടെസ്റ്റ്, അതായത് ഗെയിം കളിക്കുന്നത്, ഇനി അതെല്ലാം മൈക്ക് ക്വാളിറ്റി ഔട്ട് സൈഡിൽ ഇൻസൈഡിൽ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ താഴെ ഒരു കമന്റ് ഇടുവാണെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ Oppo Enco M31 കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.